ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ആർക്കെനെക്സ് ഷോർട്ട് കട്ട് സീരീസിലെ രണ്ടാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെഷൻ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിലെ ഡയമെൻഷൻസ് എന്ന ടോപ്പിക് ബേസ് ചെയ്ത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. അത് കാണുക, നിർബന്ധമായും പഠിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ലഭിക്കും. ഓക്കെ, ഇത് നമ്മൾ ഇന്ന് ചെയ്യുന്നത് സെക്കൻഡ് സെഷനിൽ ചെയ്യുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ക്ലാസ് 11 സിമ്പിൾ ഹാർമോണിക് മോഷനും ക്ലാസ് 12 ഓൾട്ടർനേറ്റിംഗ് കറൻസും കണക്ട് ചെയ്ത് ഒരു ഷോർട്ട് കട്ടാണ്. പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത 5 ക്വസ്റ്റ്യൻസും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. CBSE PMTയുടെയും JEയുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഷോർട്ട് കട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യം ഒരു ഐഡിയ തരാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, നമുക്കറിയാം അതിന്റെ മിഡിൽ പൊസിഷൻ, നടുക്കുള്ള പോയിന്റിനെ നമ്മൾ 0 എന്ന് പറയും, അല്ലെങ്കിൽ മീൻ പൊസിഷൻ എന്ന് പറയും. ഓക്കെ, റൈറ്റിലുള്ള എക്സ്ട്രീമിനെ +A എന്ന് പറയും, ലെഫ്റ്റിലുള്ള എക്സ്ട്രീമിനെ -A എന്ന് പറയും. ഓക്കെ, ഇതാ ഇങ്ങനെ സിമ്പിൾ പെൻഡുലം സെന്ററിൽ കിടക്കുക. ഇത് മീൻ പൊസിഷൻ. അത് എക്സ്ട്രീമിലേക്ക് പോവും. ഇത് റൈറ്റ് എക്സ്ട്രീം, തിരിച്ചു വന്നു, വീണ്ടും ഇങ്ങോട്ട് പോയി, ലെഫ്റ്റ് എക്സ്ട്രീം, തിരിച്ചു വന്നു. അതാണ് വൺ ഫുൾ സൈക്കിൾ ഓഫ് ഓസിലേഷൻ അല്ലേ. അപ്പൊ മീൻ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വയ്ക്കുക. ആദ്യം അത് എക്സ്ട്രീമിലേക്ക് പോവും, ബാക്ക് ടു മീൻ പൊസിഷൻ, മീൻ ടു എക്സ്ട്രീം, ബാക്ക് ടു മീൻ പൊസിഷൻ. ഇതാണ് വൺ ഫുൾ സൈക്കിൾ ഓഫ് ഓസിലേഷൻ. നോക്കൂ, ദ മീൻ പൊസിഷൻ ഇൻ എക്സ്ട്രീം, എക്സ്ട്രീം ടു ബാക്ക് ടു മീൻ, മീനിൽ നിന്ന് വീണ്ടും എക്സ്ട്രീം, എക്സ്ട്രീമിൽ നിന്ന് വീണ്ടും മീൻ. അതാണ് വൺ ഫുൾ സൈക്കിൾ ഓഫ് ഓസിലേഷൻ അല്ലെ. അപ്പൊ ഇവിടെ അതിൽ ഒരു ക്വാർട്ടറിന്, ഇതിനെ നമ്മൾ 1/4 ആണ്, ഓസിലേഷന്റെ 1/4 ആണ് അല്ലെ. ഇത് 1/4 ആണ്, ഇത് 1/4 ആണ്, ഇത് 1/4 ആണ്. അപ്പോൾ അതിനെടുക്കുന്ന ടൈം എത്രയായിരിക്കും? ഞാൻ ആ ടൈം ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇവിടെ വരെ വരാൻ എടുക്കുന്ന ടൈമിനെ നമുക്ക് T/4 എന്ന് പറയാം. കാരണം ടോട്ടൽ ടൈമിനെ ടൈം പീരീഡ് എന്ന് പറയാം. ഫുൾ സൈക്കിളിന് എടുക്കുന്ന ടൈം പീരീഡ് ആണ്. മീൻ ടു എക്സ്ട്രീം, എക്സ്ട്രീം ടു മീൻ, മീൻ ടു എക്സ്ട്രീം, എക്സ്ട്രീം ടു മീൻ. 4 സെഗ്മെന്റ്സ് ആണ് അല്ലെ. അപ്പോൾ 4 സെഗ്മെന്റ്സിനും കൂടി എടുക്കുന്ന ടൈമാണ് T. അപ്പോൾ ഒരു സെഗ്മെന്റ് എത്രയായിരിക്കും? T/4 ആയിരിക്കില്ലേ? യെസ്. അപ്പോൾ ഇതും T/4 തന്നെയാണ് കേട്ടോ. ഞാൻ ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യുന്നതാണ് T/4. അപ്പോൾ മീൻ ടു എക്സ്ട്രീം ട്രാവൽ ചെയ്യാനുള്ള ടൈം ചോദിച്ചാലോ, എക്സ്ട്രീം ടു മീൻ ചോദിച്ചാലോ, മീൻ ടു എക്സ്ട്രീം ചോദിച്ചാലോ, എക്സ്ട്രീം ടു മീൻ ചോദിച്ചാലോ ഒക്കെ T/4 ആണ് കേട്ടോ. ഞാൻ ഇതിന്റെ സെന്ററിൽ ഒരു പോയിന്റ് ഇടുകയാണേ. ഇതുപോലൊരു പോയിന്റ് ഇടുക. ഓക്കെ, ഇതുപോലെ സെന്ററിൽ ഒരു പോയിന്റ് ഇടുകയാണ്. ഇതുപോലെ നടുക്ക്, കറക്റ്റ് നടുക്ക് ഒരു പോയിന്റ് ഇടുക. അതിനെ ഞാൻ A/2 എന്ന് വിളിക്കും. ഹാഫ് ദ എക്സ്ട്രീം ആണ് കേട്ടോ. ഇവിടെയും ഒരു A/2 ഉണ്ടത് മൈനസ് ആണ്, നെവർ മൈൻഡ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഈ കാണുന്ന ഡിസ്റ്റൻസിന്റെ ഹാഫ് അല്ലേ ഈ കാണുന്ന ഡിസ്റ്റൻസ്. അതായത് ഇത് മിഡിൽ പോയിന്റ് ആണല്ലോ. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടലിന്റെ ഹാഫ് അല്ലേ. അപ്പൊ ടൈമും ഇതിന്റെ കറക്റ്റ് ഹാഫ് ആവണ്ടേ ഈ ടൈം. T/4ന്റെ ഹാഫ് എന്ന് പറയുന്നത് T/8 ആണ്. T/4ന്റെ ഹാഫ് എന്ന് പറയുന്നത് T/8 ആണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് T/8 ആയിരിക്കില്ല, ഇത് T/12 ആയിരിക്കും കേട്ടോ. ഈ ടൈം T/12 ആയിരിക്കും. നമുക്കത് മാത്തമാറ്റിക്കലായിട്ട് പ്രൂവ് ചെയ്യാം. അതുപോലെ ഈ കാണുന്ന മീനിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ എടുക്കുന്ന ടൈമും T/12 ആയിരിക്കും. നേരെ മറിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാൻ, ഹാഫ് ദ എക്സ്ട്രീമിൽ നിന്ന് എക്സ്ട്രീമിലേക്ക് പോകാൻ എടുക്കുന്ന ടൈം T/6 ആയിരിക്കും. അതുപോലെ ഹാഫ് ദ എക്സ്ട്രീമിൽ നിന്ന് ഇങ്ങോട്ട് പോകാൻ എടുക്കുന്ന ടൈമും T/6 ആയിരിക്കും. ഓക്കെ, ഓർക്കേണ്ട കാര്യം, ഒന്ന് മീൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീമിലോട്ട് പോവാൻ, അല്ലെങ്കിൽ എക്സ്ട്രീം ടു മീൻ പോവാൻ T/4, മീൻ ടു ഹാഫ് ദ എക്സ്ട്രീം പോവാൻ A/2, അത് T/12, പിന്നെ ഹാഫ് ദ എക്സ്ട്രീം ടു എക്സ്ട്രീം പോവാൻ T/6. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കിക്കോ, T/4 തന്നെ കിട്ടും കേട്ടോ. അതുപോലെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ T/4 തന്നെ കിട്ടും. ഓക്കെ, നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് പ്രൂവ് ചെയ്യാം കേട്ടോ. രണ്ടാമതൊരു കാര്യം, ഇതേപോലൊരു കാര്യം കൂടി ഞാൻ പറയാം. ഓക്കെ, ഞാൻ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പോയിന്റിന് ഞാൻ മീൻ പൊസിഷൻ എന്ന് പറഞ്ഞു. ഇത് A ആണ്, ഇത് A ആണ്. ഞാൻ ഇവിടെ ഒരു 0.7A എടുക്കുകയാണ് കേട്ടോ. 0.7Aയുടെ പ്രത്യേകത എന്താണെന്നറിയോ? 0.7 അതിന് നമ്മൾ A/√2 എന്ന് പറയും. ഇവിടെയും 0.7A കണ്ടോ, A/√2. നമുക്കിത് എവിടെ ആവശ്യം വരുന്നതെന്നറിയോ? സിമ്പിൾ ഹാർമോണിക് മോഷൻ തന്നെ ചോദിക്കും. 1/√2 ടൈംസ് ആംപ്ലിറ്റ്യൂഡ് എവിടെയാണെന്ന് ചോദിക്കും. അതിനുള്ള ടൈം ചോദിക്കും. അല്ലെങ്കിൽ ഈ √2 വരുന്ന ഒരു സ്ഥലമുണ്ട്, എവിടെയെന്ന് പറയാമോ? ഓൾട്ടർനേറ്റിംഗ് കറൻസിലെ RMS വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. RMS വാല്യൂ കണ്ടോ. അപ്പൊ അതിന് നമുക്കിത് ഉപയോഗിക്കാം. അതായത് മീൻ പൊസിഷനിൽ നിന്ന് RMSലേക്ക് എത്താൻ വേണ്ട ടൈം T/8 ആയിരിക്കും. RMSൽ നിന്ന് പീക്കിലേക്ക് എത്താനും വേണ്ട ടൈം T/8 തന്നെയായിരിക്കും കേട്ടോ.
നോക്കിക്കേ. അതുപോലെ ഈ സൈഡിലാണെങ്കിലും മീൻ ടു ആർ എം എസ് എടുക്കാൻ എത്താൻ എടുക്കുന്ന ടൈം T/8. ഇവിടെ എക്സ്ട്രീം ടു ആർ എം എസും T/8 ആയിരിക്കും. ഇനി നോക്കൂ, ഈ T/8ഉം ഈ T/8ഉം കൂടി ആഡ് ചെയ്താൽ T/4 തന്നെ കിട്ടും. 2T/8 T/4 തന്നെ കിട്ടും അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടേ. 0 ടു എക്സ്ട്രീം ആണ് T/4, 0 ടു ഹാഫ് ദ മീൻ T/12, ഹാഫ് ദ മീൻ ടു എക്സ്ട്രീം T/6, പിന്നെ 0 ടു ആർ എം എസും ആർ എം എസ് ടു എക്സ്ട്രീമും T/8 തന്നെയായിരിക്കും കേട്ടോ. ഹാഫ് ഹാഫ് ആയിരിക്കും ടൈം. ഓക്കെ, ഈ ഒരു ഐഡിയ അറിയാമെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറൻസിലെയും സിമ്പിൾ ഹാർമോണിക് മോഷനിലെയും ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പം ചെയ്യാം. ഞാൻ അത്തരം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് കേട്ടോ. ആദ്യം പറയുന്നത് JEE ക്വസ്റ്റ്യൻസ് ആണേ. ക്വസ്റ്റ്യൻ നമ്പർ 1. An AC source rated 220 volts, 50 Hz is connected to a resistor. The time taken by the current to change from its maximum to RMS value. Maximum to RMS value. ഉടനെ ഫിഗർ നോക്കുക. മാക്സിമം ടു RMS. ഇതാണല്ലോ മാക്സിമം, ഇതായി നിൽക്കുന്നതാണല്ലോ മാക്സിമം. അതിനെയാണ് പീക്ക് വാല്യൂ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുക. മാക്സിമം ഇതല്ലേ RMS, മാക്സിമം ടു RMS എന്ന് പറയുന്നത് ഇതല്ലേ. ഇത് മാക്സിമം, ഇത് RMS. മാക്സിമം ടു RMS പോകാൻ എടുക്കുന്ന ടൈം T/8. അവർ ചോദിക്കുന്നത് മാക്സിമം ടു RMS ആണ്, അത് T/8 ആണെന്ന് മനസ്സിലായി. കണ്ടോ, ഒറ്റ സ്റ്റെപ്പിൽ ഈ ഫിഗർ അറിയാവുന്നതുകൊണ്ട് എളുപ്പമാണ്. ഇതാ മാക്സിമം RMS, മാക്സിമം ടു RMS പോകുന്ന ടൈം T/8. അപ്പൊ നേരെ ടൈം പീരീഡ് കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി തന്നിട്ടുണ്ടല്ലോ 50 Hz എന്ന്. അപ്പൊ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1/50 ആണല്ലോ, അറിയില്ലേ? 1/ഫ്രീക്വൻസി ആണല്ലോ ടൈം പീരീഡ്. 1/ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/50 എന്ന് പറഞ്ഞാൽ 0.02. മുകളിൽ താഴെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.02. അല്ലെങ്കിൽ നമുക്കതിനെ മില്ലി സെക്കൻഡിൽ എഴുതിയാൽ 20 into 10⁻³ സെക്കൻഡ്സ് എന്ന് വരും, അല്ലെങ്കിൽ 20 മില്ലി സെക്കൻഡ്സ് എന്ന് വരും. കണ്ടോ, അപ്പൊ നമുക്ക് ടൈം പീരീഡ് കിട്ടി. നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 20/8 ഡിവൈഡ് ചെയ്താൽ 2.5 മില്ലി സെക്കൻഡ്സ് എന്ന് ആൻസർ വരും. കണ്ടോ, എത്ര പെട്ടെന്ന് ആൻസർ കിട്ടി നോക്കിയേ. 2.5 മില്ലി സെക്കൻഡ്സ് എന്ന് വരും. കണ്ടോ, ഇനി നിങ്ങളിത് നോർമൽ മെത്തേഡ് ചെയ്ത് നോക്കൂ. ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും, അത് ചെയ്യാൻ സമയം എടുക്കും. ഇതൊരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. കണ്ടോ, T=T/8. സിമ്പിൾ ഹാർമോണിക് മോഷനും ഓൾട്ടർനേറ്റിംഗ് കറന്റിനും ഒരേ ടെക്നിക്ക് ഉപയോഗിക്കുക. കാരണം രണ്ടും സൈൻ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കോസ് ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ദിവസം നോക്കാം. An alternating voltage V = 220 sin 100πt is applied to purely resistive load of 50 ohm. The time taken for the current to rise from half of the peak value to peak value. നോക്കൂ, half of the peak to peak ആണ് അല്ലേ? half of the peak to peak നമുക്ക് നോക്കാലോ. half of the peak എന്ന് പറയുന്നത് ഇവിടെയാണ്. കണ്ടോ, half the amplitude. peak എന്ന് പറയുന്നത് ഇവിടെയാണ്. കണ്ടോ, half of the peak to peak. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ്. അതിന് വേണ്ട ടൈം T/6 ആണ് അല്ലേ? half of peak കണ്ടോ, ഇത് പീക്ക്. half of peak to peak എന്ന് പറയുമ്പോൾ T/6. അപ്പോൾ T/6 ആണ് നമ്മുടെ ടൈം കേട്ടോ. ടൈം ഈസ് ഈക്വൽ ടു T/6. അപ്പോൾ ഇവിടെ ആദ്യം ഫ്രീക്വൻസി എത്രയാ? ഒമേഗയുടെ പ്ലേസിൽ 2πf തന്നിട്ടുണ്ട് അല്ലേ? 2πf എത്രയാ? 2πfന്റെ പ്ലേസിലാണ് 100π ഉള്ളത്. കണ്ടോ, ഒമേഗ ആയി കിടക്കുന്നത്. കണ്ടോ, 100π. അപ്പോൾ അത് 100π ആവും. പൈയും പൈയും കട്ട് ചെയ്താൽ F is equal to 100/2 50 Hz എന്ന് വരും. കണ്ടോ, അപ്പോൾ അങ്ങനെ ടൈം പീരീഡ് നേരിട്ട് എടുക്കാം. ഞാൻ നേരത്തെ ചെയ്തുകൊണ്ട് ഇനിയും ചെയ്യുന്നില്ല കേട്ടോ. തൊട്ട് മുന്നേ ചെയ്തതും 50 തന്നെയായിരുന്നു. 20 മില്ലി സെക്കൻഡ്സ് എന്നാണ് എനിക്ക് കിട്ടിയത്. അതിന് 20 മില്ലി സെക്കൻഡ്സ് കൊടുത്തു. 20/6 എന്ന് പറയുമ്പോൾ 3.3 മില്ലി സെക്കൻഡ്സ് വരും. പ്രീവിയസ് നീറ്റ് എക്സാമിനേഷൻ ക്വസ്റ്റൻ ആണ് കേട്ടോ. നോക്കൂ, എഗെയിൻ നമുക്ക് 2 സ്റ്റെപ്പിൽ ആൻസർ കിട്ടി. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്ക്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാൽക്കുലേഷൻസും ബുദ്ധിമുട്ടാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റൻ നോക്കാം. ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഹാസ് ആൻ ആംപ്ലിറ്റ്യൂഡ് A and time period T. The time required by it to travel from A to A/2. എളുപ്പമാണ് കേട്ടോ. A to A/2 ഫിഗർ നോക്കാലോ. A to A/2 എവിടെയാ? ഇതാണ് A/2 ഇതാണ്. കണ്ടോ, എയിൽ നിന്ന് A/2ലേക്ക് പോകാൻ വേണ്ട ടൈം ഈ ടൈം T/6. ടെസ്റ്റ് ആൻസർ ആയില്ലേ? ചെയ്തെടുക്കാൻ എത്ര സമയം വേണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് A/2. എയിൽ നിന്ന് A/2ലേക്ക് പോവാൻ ഇവിടെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. T/6 ടൈമാണ് വേണ്ടി വരിക കേട്ടോ. അപ്പോൾ അത് ടൈം നമുക്ക് നേരിട്ട് എഴുതാം. ടൈം ഈസ് ഈക്വൽ ടു T/6. കണ്ടോ, ഷോർട്ട് കട്ടാണ് T/6. ഇതേ കാര്യം നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് കറൻസിലും ചോദിക്കാം കേട്ടോ.
ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കാം T/6. അപ്പോൾ ചിലപ്പോൾ ടൈം പീരീഡ് തന്നിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ തന്നിട്ട് ചോദിക്കാം, അങ്ങനെയൊക്കെ വരാം കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എ പാർട്ടിക്കിൾ പെർഫോംസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് എ ടൈം പീരീഡ് 2 seconds. The time taken by the particle to cover a displacement equal to half the amplitude from mean position. Half the amplitude. എവിടെ നിന്ന് എവിടെ വരെയാ? Half of its amplitude to mean position is 1/a seconds. അപ്പോൾ ടൈം ടേക്കൺ അവർ പറയുന്നത് 1/a seconds ആണ്. The value of a to the nearest integer is. അപ്പോൾ ഇത് ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റൻ ആണ്, ജെയുടെ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? ഹാഫ് ദ ആംപ്ലിറ്റ്യൂഡ് തുടങ്ങി മീൻ പൊസിഷനിലേക്ക് അല്ലേ? ഹാഫ് ദ ആംപ്ലിറ്റ്യൂഡ് ടു മീൻ പൊസിഷൻ എങ്ങനെയാ വരിക? ഹാഫ് ദ ആംപ്ലിറ്റ്യൂഡ് തുടങ്ങി മീൻ പൊസിഷൻ വരെ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് T/12 ആണ്. ശരിയല്ലേ? ഹാഫ് ദ ആംപ്ലിറ്റ്യൂഡ് ടു മീൻ പൊസിഷൻ എന്ന് പറയുന്നത് T/12 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അവർ പറയുന്നത് 1/a seconds എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 1/a seconds. അപ്പോൾ ടൈം നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് T/12 എന്നാണ്. ടൈം പീരീഡ് ക്വസ്റ്റനിലുണ്ടല്ലോ, ടൈം പീരീഡ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് 2 seconds എന്നാണ്. 2 seconds ആവുമ്പോൾ 2/12 എന്ന് വരും, 1/6 seconds എന്ന് വരും. അവർ പറയുന്നത് 1/a seconds ആണ്, നമുക്ക് കിട്ടിയിരിക്കുന്നത് 1/6 seconds ആണ്. കമ്പയർ ചെയ്താൽ എയുടെ പ്ലേസിലുള്ളത് 6 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 6 ആണ്. ഓക്കെ, ഇത് ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റൻ എന്ന് പറയും. ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റൻ നീറ്റ് എക്സാമിനേഷൻ ചോദിക്കില്ല, പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് എക്സാമിനേഷൻ ചോദിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇൻക്ലൂഡ് ജെയുടെ ക്വസ്റ്റൻ ആണിത് കേട്ടോ. ഇതാണ് കണ്ടീഷൻ. ഹാഫ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഫ്രം മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ നിന്ന് ഹാഫ് ദ ആംപ്ലിറ്റ്യൂഡ്, മീൻ പൊസിഷനിൽ നിന്ന് ഹാഫ് ദ ആംപ്ലിറ്റ്യൂഡ്, ഈ ദൂരം കണ്ടോ. അതിന് വേണ്ട ടൈം T/12 ആണ് കണ്ടോ. T/12 ആണ്, ശരിയല്ലേ? ടൈം പീരീഡ് ഡിവൈഡഡ് ബൈ 12 ആണ്. അപ്പോൾ ടൈം പീരീഡ് ഡിവൈഡഡ് ബൈ 12 എന്ന് ഞാൻ എഴുതി. ടൈം പീരീഡ് ക്വസ്റ്റനിൽ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2/12 എന്ന് എഴുതി, 1/6 എന്ന് ആൻസർ കിട്ടും കേട്ടോ. ഇവർ ചോദിക്കുന്നത് 1/a സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എ എത്രയെന്നാണ് ചോദിക്കുന്നത്? വാല്യൂ ഓഫ് എയുടെ വാല്യൂ 6 ആയിരിക്കും. അടുത്ത ദിവസം നോക്കാം. ഇത് വീണ്ടും ഒരു ജെഇ ക്വസ്റ്റൻ ആണ് കേട്ടോ. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇസ് T. The time taken to complete 5/8 oscillations starting from the mean position. അപ്പോൾ 5/8 ഓസിലേഷൻസ് ആണ്. ഞാൻ നോക്കാം കേട്ടോ എവിടെ നിന്നാണ്. മീൻ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 0, ഇത് എ, ഇത് എ തന്നെയാണ് കേട്ടോ. -a ആണ്, പക്ഷേ എന്ന് ഞാൻ എഴുതുന്നുള്ളൂ തൽക്കാലം. അപ്പോൾ എത്ര ഓസിലേഷൻസാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? 5/8 ഓസിലേഷൻസ് ആണ്. ഇതിനെ ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടേ 4/8 + 1/8 എന്ന് എഴുതി കണ്ടോ. 5/8ന് നമുക്ക് 4/8 + 1/8 എന്ന് എഴുതാം. 4/8 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/2 അല്ലേ? 4/8 കൂടെ കട്ട് ചെയ്താൽ 4/8 കൂടെ കട്ട് ചെയ്താൽ താഴെ 2 വരില്ലേ? 1/2 + 1/8 എന്ന് കിട്ടി. അപ്പൊ ശരിക്കും ഒരു ഹാഫ് ഓസിലേഷനും പിന്നെ ഒരു 1/8 ഓഫ് ഓസിലേഷനും കംപ്ലീറ്റ് ആയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, ഒന്ന് വരച്ച് നോക്കാം. അത് ഇവിടെ നോക്കാവേ. ആദ്യം ഹാഫ് ഓസിലേഷൻ കംപ്ലീറ്റ് ആയി. ഹാഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ അത് ഇവിടെ വന്നു, ഇപ്പൊ ക്വാർട്ടർ ഓസിലേഷൻ ആയി, ഇപ്പൊ ഹാഫ് ഓസിലേഷൻ ആയി കണ്ടോ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എത്തി കണ്ടോ. പിന്നെ അത് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഒരു ഹാഫ് ഓസിലേഷൻ ആയി, ഇപ്പൊ ഹാഫ് ഓസിലേഷൻ ആയി കണ്ടോ. ഇപ്പൊ ഹാഫ് ഓസിലേഷൻ ആയി. നോക്കൂ, ഇവിടുന്ന് മെയിൻ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? മെയിൻ പൊസിഷനിൽ നിന്നാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു, ക്വാർട്ടർ ഓസിലേഷൻ ആയി. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു, ഇപ്പൊ ഹാഫ് ഓസിലേഷൻ ആയി. ഇനി ബാക്കി എത്ര? ഹാഫ് കഴിഞ്ഞു കേട്ടോ. ഇനി 1/8 ഉള്ളത്. 1/8 എന്ന് പറഞ്ഞാൽ ഏതാ? 1/8 എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്നത് 1/4 ആണ്. ഈ നിൽക്കുന്നത് 1/4 ആണ്. ഒരു സൈഡ് 1/4 ആണ്, അടുത്തത് 1/4 ആണ്. അതിന്റെ പകുതിയാണ് 1/8. അപ്പോൾ അത് അതിന്റെ പകുതിയാണ് 1/8. ഇവിടെ വരെ എത്തി കണ്ടോ. ഇതും കൂടെ വരണം. ഇവിടെ ഇപ്പൊ നിൽക്കുന്നത് കണ്ടോ. അപ്പൊ നോക്കിയേ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, 1/4 പോയി, 1/4 പോയി, അപ്പൊ ഹാഫായി. പിന്നെ ഒരു 1/8 ബാക്കിയുണ്ട്, അതാണ് ഈ കാണുന്ന 1/8. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത് എവിടെ നിൽക്കുന്നതെന്നറിയോ? ഇപ്പൊ നിൽക്കുന്നത് A/2ലാണ് കേട്ടോ. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? ടൈം ടേക്കൺ ആണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ടൈം ടേക്കൺ നമുക്ക് നോക്കാവേ. ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു, ഞാൻ 3 ടൈമുകൾ പേര് കൊടുക്കാൻ പോവാ. ഈ ടൈമിന് ഞാൻ T1 എന്ന് കൊടുക്കുക കേട്ടോ. ഈ ടൈമിന് T2 എന്ന് കൊടുക്കുക. ഈ ടൈമിന് T3 എന്ന് കൊടുക്കുക കണ്ടോ. നോക്കിക്കേ, ഒരു ക്വാർട്ടർ ഇങ്ങോട്ട് അതിനെടുക്കുന്ന ടൈം T1, അടുത്ത ക്വാർട്ടർ ഇങ്ങോട്ട് അതിനെടുക്കുന്ന ടൈം T2, അടുത്തത് ഇങ്ങോട്ട് ഹാഫ് T3. ഞാൻ 3 ടൈമും കൂടെ ആഡ് ചെയ്യണം എനിക്ക്. T1 + T2 + T3. അതിൽ T1 എത്രയായിരിക്കും? നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടല്ലോ, അത് 1/4 ആയതുകൊണ്ട് T1 എന്ന് പറയുന്നത് T/4 ആയിരിക്കും, T2 എന്ന് പറയുന്നത് T/4 ആയിരിക്കും.
എഴുതാം. T/4 T1 T/4 ആണ്, T2 T/4 ആണ്. T3 എത്രയായിരിക്കും? ഈ കാണുന്നത് മീൻ ടു ഹാഫ് ദ മീൻ ആണേ, മീൻ ടു ഹാഫ് ദ എക്സ്ട്രീം. കണ്ടോ? അതിനെടുക്കുന്ന ടൈം കൂടി നോക്കിയേക്കാവേ. മീൻ ടു ഹാഫ് ദ എക്സ്ട്രീം അതിനെടുക്കുന്ന ടൈം T/12 ആണ് അല്ലേ? T/12. ഓക്കെ, അപ്പോൾ T/12. അപ്പോൾ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. അപ്പം ഇത് ശരിക്കും 3T/12 ആക്കാം. ഇവിടെ ഞാൻ LCM എടുക്കാൻ വേണ്ടി 3T/12, ഇതും 3T/12 ആയി. 12 ആക്കുന്നതാണ് എല്ലാവരെയും. അപ്പം 3 3 6 1 7. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കൂ, 7T/12 എന്ന് കിട്ടും. കണ്ടോ? ഇതാണ് ടൈം. അവർ പറയുന്നത് ടൈം ഇതെന്ത് ഫോമിലാന്നാണ് പറഞ്ഞിരിക്കുന്നത്? α/β × T. കണ്ടോ? അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, α/β × T. ഇനി കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. T ആൽഫയുടെ പ്ലേസിൽ 7, ബീറ്റയുടെ പ്ലേസിൽ 12. കണ്ടോ? അവർ പറഞ്ഞിരിക്കുന്നത് α/β × T ടൈം എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് കിട്ടിയ 7/12 × T എന്നാണ്. അപ്പോൾ ടിയും ടിയും കമ്പയർ ചെയ്തു. ആൽഫയുടെ പ്ലേസിൽ 7, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആളെ കിട്ടി. α = 7. ബീറ്റയുടെ പ്ലേസിൽ 12, ബീറ്റ നമുക്ക് കിട്ടി 12. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. ആൽഫയും ബീറ്റ അല്ലേ ക്വസ്റ്റ്യൻ? യെസ്, ദ വാല്യൂ ഓഫ് ആൽഫ ഈസ് ദിസ് ആൻഡ് ബീറ്റ ഈസ് ദിസ്. കണ്ടോ? അതാണ് ക്വസ്റ്റ്യൻ. പിന്നെ ചിലപ്പോൾ ഞാനിതിനിപ്പോൾ 5 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. നീറ്റ് ക്വസ്റ്റ്യൻസും JEE ക്വസ്റ്റ്യൻസും ആണ് കേട്ടോ. ചിലപ്പോൾ അവർ ഇങ്ങനെയും ചോദിക്കാറുണ്ട്. ഇപ്പോൾ അവർ ഇനി എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു മീൻ പൊസിഷൻ ഹാഫ് ദ മീനിൽ നിന്ന് അടുത്ത ഹാഫ് ദ മീനിലേക്ക് പോകുന്ന ടൈം, ഈ ഹാഫ് ദ മീനിൽ നിന്ന് അടുത്ത ഹാഫ് ദ മീനിലേക്ക് പോകുന്ന ടൈം, ഇത് T/12 ആ, ഇത് T/12 ആ. അപ്പോൾ ടോട്ടൽ 2T/12 വരും, അത് T/6 എന്ന് വരും. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു മീൻ പൊസിഷൻ ഹാഫ് ദ മീനിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇവിടെ വരെ എത്തുന്ന ടൈം, അല്ലെങ്കിൽ ഹാഫ് ദ മീനിൽ ഇവിടെ വരെ പോയിട്ട് ഇവിടെ വരെ എത്തുന്ന ടൈം, എന്തും ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഒറ്റ ഫിഗർ പഠിച്ചാൽ നമുക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാം. ധാരാളം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ മീൻ പൊസിഷൻ ഹാഫ് ദ മീനിൽ നിന്ന് ഇവിടേക്ക് വന്ന് ഇവിടേക്ക് വരാനുള്ള ടൈം ചോദിച്ചാൽ ഇവിടെ നിന്ന് ഇവിടെ വരെ T/12, ഇവിടെ നിന്ന് ഇവിടെ വരെ T/12. അപ്പൊ ഇതിനെടുക്കുന്ന ടൈം T/12 + T/12 2T/12 അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് T/6 എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ഷോർട്ട് കട്ട് സീരീസിലെ രണ്ടാമത്തെ സെഷനാണ്. ഞാൻ ആദ്യത്തെ സെഷനിൽ ഡയമെൻഷൻസ് ചെയ്തു, രണ്ടാമത്തെ സെഷനിൽ സിമ്പിൾ ഹാർമോണിക് മോഷനെയും ഓൾട്ടർനേറ്റിംഗ് കറൻസിനെയും കണക്ട് ചെയ്തുള്ള ഒരു ഷോർട്ട് കട്ടാണ് ചെയ്തത്. അതങ്ങനെ ചെയ്യാനുള്ള റീസൺ രണ്ടും സൈൻ ഫംഗ്ഷനെ ബേസ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് സ്ഥിരമായി ചോദിക്കുന്നതാണ്, തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം. ക്വസ്റ്റ്യൻസ് ഇരുന്ന് കിട്ടും. ആൻഡ് വിൽ മീറ്റ് അഗെയിൻ വിത്ത് അനദർ ടോപ്പിക്. ടിൽ വി മീറ്റ് അഗെയിൻ, ബൈ.